ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിദ്ധുസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കുറെ ദിവസമായില്ലേ ചേട്ടനെ കണ്ടിട്ട്. അപ്പൊ ചേട്ടനെ കൂടെ ഞാൻ ഉൾപ്പെടുത്തി. ചേട്ടായി രാവിലെ പോരാട്ട് തല്ലിപ്പടിച്ച് വെറുക്കുന്നതിനിടെ ഞാനും പോയി പെട്ടെന്ന് ഇച്ചിരി പുട്ടിയൊക്കെ ഇട്ടിട്ട് ഓടി വന്നു കേട്ടോ. ചേട്ടാ ഒരു ഇൻട്രോയ്ക്ക് നിൽക്കുന്നത് സമയമായി. അതെ, പോകാൻ സമയമായി. അപ്പൊ ഇന്നലെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻട്രോയും മെയിനിപ്പോ എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ അത് ചേട്ടാനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ, അയ്യോ ഇടയ്ക്ക് വല്ലപ്പോഴും പപ്പായ ഒന്ന് കാണിക്കണേത്. അതുകൊണ്ടാണ് കേട്ടോ. ഇന്നലെ നല്ലൊരു സൂപ്പർ ഫുഡ് ഉണ്ടാക്കി തന്നു. അതുപോലെ നല്ല സൂപ്പർ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ശകലം പോലും വെക്കാതെ അത് കഴിച്ചു. നിങ്ങളും അത് പരീക്ഷിക്കണം കേട്ടോ. നല്ല സാധനം, ഭയങ്കരമായിട്ട് എണ്ണയൊന്നും ഇല്ലാതെ ഉള്ള പരിപാടിയായിരുന്നു. അപ്പം എല്ലാം നല്ല മസാലകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും, ആർക്കും കഴിക്കാം. അപ്പം അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കറിയത്തില്ല. അപ്പോൾ അത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം, ഉണ്ടാക്കി കഴിക്കണം. അതിന്റെ വീഡിയോ അപ്പൊ എന്തായാലും എല്ലാവരും ഉണ്ടാക്കിയൊക്കെ കഴിച്ചു നോക്കണം. പിന്നെ അല്ലാണ്ട് കുറെ നല്ല നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആരും വീഡിയോ മിസ് ചെയ്യാണ്ട് കാണണം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് വരും. അതെ, ഈ ദിവസത്തെ ഒരു റീൽസ് കണ്ടിട്ട് പപ്പായ്ക്ക് ചായ ഇഷ്ടപ്പെട്ടിരുന്നത്. പപ്പ ദൂരെ കളഞ്ഞു. അതെന്നാന്നറിയാം, ഞങ്ങള് സരോമയാ അത് പഠിപ്പിച്ചത്. ചായ അടിച്ചു ഊറ്റത്തേ ഉള്ളൂ, അരിക്കുകയല്ല. അപ്പൊ ചിലപ്പോ ശകലം മട്ട് കാണും. അതാ കളയുന്നത് കേട്ടോ. ചായ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാ. ചായ പിന്നെ കടുപ്പവും വേണം. നല്ല ഇല്ല, കടയിൽ പോട്ട് ഈ കട നിൽക്കുന്നെങ്കിലും ഒരു ചെറുകടിയോ അങ്ങനെയുള്ള സാധനം ഒന്നും തിന്നിയിരുന്നേ കുടിച്ചോണ്ടിരിക്കും. ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് അതിനകത്ത് ചെറിയതായിട്ട് ഇച്ചിരി നാരങ്ങ ആണോ? ഞാനും അതെ. ഇപ്പൊ രാവിലെ ചിയാ സീഡിനകത്ത് ഒരു പകുതി നാരങ്ങയും പിഴിഞ്ഞ് ഒഴിച്ച്. നല്ല സ്കിന്നിനും ഒക്കെ നല്ലതാ. അപ്പൊ അല്ല, രാവിലെ വെറും വയറ്റിൽ ആസിഡിറ്റി ഒന്നും ഇല്ലാത്തവരും കേട്ടോ, അല്ലെങ്കിൽ നെഞ്ചേച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഭയങ്കരമായിട്ട് കൂടും. അപ്പം നമ്മുടെ കേരള കരിമീൻ എന്നറിയപ്പെടുന്ന സിലോപ്പിയയെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിലോപ്പിയ എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഈ ശരിക്കുള്ള പേരിനാന്ന് ദൈവത്തിനറിയാം. എന്തെങ്കിലും ആവട്ടെ. അപ്പം ചേട്ടാ എന്ത് മീൻ മേടിക്കത്തില്ല. മീൻ മേടിച്ച് കഴിയുമ്പം കൂട്ടിയിട്ട് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ആറ്റുമീൻ വലിയൊരു മീൻ മേടിച്ചുകൊണ്ട് വന്നു. അത് കൂട്ടിക്കഴിഞ്ഞപ്പോൾ മുതൽ ആൾക്ക് ഭയങ്കര എന്തോ ഒരു മടുപ്പ് തോന്നി, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് പിന്നെ മീൻ മേടിക്കുന്നത്. അപ്പം ഞാൻ ഇവനെ അങ്ങോട്ട് പൊള്ളിക്കാൻ പോവാണ് കേട്ടോ. കരിമീൻ പൊള്ളിച്ചത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് അങ്ങ് പൊള്ളിക്കാൻ പോവുക. അതിന് വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ പച്ച കുരുമുളകാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾ പൊടി, മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു ലേശം വിനാഗിരി. അപ്പം ഇത്രയും സാധനം നമുക്ക് കുഴച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇവരോട്ടങ്ങ് തേച്ച് പിടിപ്പിക്കാം. അപ്പം ഞാനിവിടെ എടുത്ത് വെച്ച സാധനം നിങ്ങളെ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. പച്ചക്കുരുമുളക് ചതച്ചെടുത്തേക്കുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ പേസ്റ്റ് ആക്കി എടുത്തു, നന്നായിട്ട് അരച്ച്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പ് പൊടിയും കൂടെയാണ് ചേർത്തേക്കുന്നത് കേട്ടോ. ഇനി വിനാഗിരി ഈ സ്പൂണിന് ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കും. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീരാണെങ്കിലും മതി. എന്നിട്ട് ആ പൊടിയെല്ലാം നന്നായിട്ട് കുഴഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, മീനെ പെട്ടാൻ ഭാഗമായില്ലെന്നുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ, അവനെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ മീൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് വെക്കണം. വെച്ചിട്ട് ഈ മസാല ഇങ്ങനെ നന്നായിട്ട് ഇവനെ ദേഹത്തോട്ട് ഇവൻ്റെ മൊത്തത്തിലങ്ങ് പിടിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ നല്ലപോലെ എല്ലായിടത്തും. ഇത് ശരിക്കും ഞാൻ വരഞ്ഞിട്ടുണ്ട്, അപ്പോൾ അകത്തോട്ടൊക്കെ കയറിക്കോളും നല്ലപോലെ. എന്നിട്ട് ഇങ്ങനെ അങ്ങ് പുരട്ടി കൊടുക്കണം. എന്നിട്ട് തിരിച്ചു വെച്ചു അതേപോലെ തന്നെ പുരട്ടി കൊടുക്കുക രണ്ട് വശവും. കണ്ടോ, ആ കുരുമുളക് ചതച്ചിട്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കും. പച്ചക്കുരുമുളക് ആയതുകൊണ്ട് നല്ല ടേസ്റ്റ്. അതിനാണ് ഞാൻ ചതച്ചത് കേട്ടോ. കണ്ടോ, അപ്പോൾ ഒരെണ്ണത്തിന് ഞാനിങ്ങനെ സെറ്റാക്കി എടുത്താൽ അതിൻ്റെ വയറിൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇവനെ ഇനി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തവനെയും കൂടെ അങ്ങനെ തന്നെ പുരട്ടിയെടുക്കാം. അപ്പം രണ്ടെണ്ണം ഞാൻ നന്നായിട്ട് ഇങ്ങനെ പുരട്ടി വെച്ചു. ഇവനെ എന്നാ ചെയ്യണമെന്നറിയോ, ഒരു 20 മിനിറ്റോളം ഫ്രീസറിനകത്തോട്ടോ അല്ലെ ഫ്രിഡ്ജിൻ്റെ മുകളിലത്തെ തട്ടലോട്ടോ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഈ മസാലക്കൂട്ട് അതിലോട്ടൊന്ന് മീനിലോട്ട് നന്നായിട്ട് പിടിക്കും. അപ്പം ഞാൻ നമ്മുടെ മീൻ പൊള്ളിക്കാൻ പോകുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊരു വെറൈറ്റി മീൻ പൊള്ളിക്കണം. മീനുകളൊക്കെ പൊളിക്കുന്ന സൈസാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതെ, ഒരു പാൻ വെച്ചു. എന്നിട്ട് തീ കൊടുത്തു.
ഒരു കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ച്, ഒത്തിരി ഒന്നും വേണ്ട, ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വളരെ കുറച്ച് മതി കേട്ടോ, കാരണം നമുക്ക് ചെറുതായിട്ട് ആ മീനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കണ്ടമാനം പൊട്ടി എവിടെയൊക്കെ തീർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. നിങ്ങൾ അങ്ങോട്ടേക്ക് ഒന്നും നോക്കണം കേട്ടോ, എല്ലാം നിരന്നിരിക്കുക അല്ലേ. ഞാൻ പിറക്കി അടുക്കി വെക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല, അവിടെ ഞാൻ പിറക്കി വെക്കേണ്ടതാണ്. ഇതങ്ങോട്ട് അടുപ്പം ഇട്ട് കഴിഞ്ഞാൽ അത് മൂക്കുന്ന സമയം കൊണ്ട് എനിക്ക് ചെയ്യാമല്ലോ, അതാണ് കേട്ടോ. അപ്പം വേണ്ടേ ശകലം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു, ഇങ്ങനെ മൊത്തം പൊട്ടി തെറിച്ച് ഇതെല്ലാം ആകാതിരിക്കാൻ വേണ്ടി. ഇനി ഫ്രീസറിലല്ല താഴത്തെ തട്ടയിൽ, ഫ്രീസറിൻ്റെ താഴത്തെ തട്ട വെച്ചേക്കാം മീൻ. ഞാൻ എടുത്തോണ്ട് വരട്ടെ. അപ്പം തന്നെ അത്യാവശ്യം നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചവൻ ഇങ്ങനെ നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. അവന് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കും, ഇതിനെ കൂടെ ഞാൻ വെച്ച് കൊടുക്കും. ഉണ്ടോ, രണ്ടവന്മാരെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഇപ്പം കൂട്ടിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ചെണ്ണം മതി. ബാക്കി ഇതുണ്ട്, ഒരു ലേശം മസാലയുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ഞാൻ ഒരു ഇല എടുത്തുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് വാഴയിലേക്ക് അത് പുതിയാനായിട്ട്. അപ്പം നമുക്ക് ഈ വാഴയില വാടി കിട്ടും. എന്നാ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പുറത്തുകൊണ്ട് വെച്ച് കൊടുക്കാം. അപ്പം പൊട്ടിത്തെറിക്കരുത്, ഇല്ല ഇല വാടി കിട്ടും. പിന്നെ ഞാൻ കൈ കഴിച്ചിട്ട് വരട്ടെ. എന്നിട്ട് ഞാൻ ഈ ബാക്കി ഇത് കണ്ടോ, ഒരു കുറച്ച് മസാല അതിനകത്തുണ്ടല്ലോ, അതിനകത്തൊരു വേണമെങ്കിൽ ഒരു ലേശം മഞ്ഞൾപ്പൊടി, വേണമെന്നില്ല അത് മതി. പിന്നെ വേണമെങ്കിൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ വെച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തേ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. നമ്മുടെ വാഴയിൽ ഇപ്പോൾ കത്തിപ്പോയാണ്. ആഹാ കണ്ടോ, ഞാൻ നോക്കാതിരുന്ന് തന്നെ ഇപ്പോൾ കത്തിപ്പോയാണ്. സൈഡ് ഇനി നമ്മൾ പറിക്കാൻ പോകേണ്ടി വന്നേ. അപ്പോൾ ഒന്നുകൂടെ വാഴട്ടെ. വാടുവാണേലേ നമുക്ക് പൊതിയാനായിട്ട് എളുപ്പമുണ്ടല്ലോ, പൊട്ടിപ്പോകത്തില്ല. ഓക്കെ മതി, അതവിടെ ഇരിക്കട്ടെ. വാടിയിട്ടൊക്കെ മതി, വാടി എടുത്തോളം മതി അല്ലേ. അല്ല പിന്നെ നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ പിന്നെ വാടിക്കാം. അപ്പോൾ ഇപ്പോൾ ഒരുമാതിരി ഒന്ന് ആ ഒരു വശം ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി തീ കുറച്ച് വെക്കുവാണേ, ശകലം. എന്നിട്ട് ഞാൻ ഇതിനകത്തൊരു മുളക് പൊടിയും ഇച്ചിരി ഇതൊക്കെ കൊടുത്തില്ല. അതിനകത്തിട്ട് ഞാൻ ഒരു സവോളയും ഒരു തക്കാളിപ്പഴവും വൈകിട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു ബാലൻസ് മിക്സിനകത്തേക്ക് ഞാനൊരു സവോളയും ഇങ്ങനെ വട്ടത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു സവോളയും ഒരു തക്കാളിപ്പഴവും കൂടെ കണ്ടോ, ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണേ. തൊഴിലുറപ്പിന് പോയിട്ടേ ഈ കളയൊക്കെ ഒരുക്കിയിട്ട് വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര തൊട്ടവാടിയൊക്കെയാണ്. നമുക്ക് കൈയെല്ലാം നീറും. ശരിക്കും കഷ്ടപ്പെട്ടാണ് ഞാൻ, ശരിക്കും അതെ കേട്ടോ, കുഞ്ഞിലേ പോലെ ഞാൻ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് എന്തൊക്കെ ഇതെന്ന് പറഞ്ഞാലും ചിലർ നമ്മളെ കുത്തി ദ്രോഹിക്കാനായിട്ടിരിക്കും അല്ലേ. എന്ത് പാടുപെട്ടാണ് നമ്മൾ ഓരോ ദിവസമേ കഴിയുന്നത്, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ അഭിമാനിക്കാം. പക്ഷെ ചിലർക്ക് നമ്മളെ എങ്ങനെ ദ്രോഹിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും നമ്മൾ നാട്ടു പോകണം. ദൈവം നമ്മളെ പണി ചെയ്യണം, വേല ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പം വരികയില്ല. അപ്പോൾ ഈ തക്കാളിപ്പഴം കൂടി ഞാൻ ഇതിനകത്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ആ മീനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇച്ചിരി കൊടുക്കും കേട്ടോ, ആയില്ല ഒരു ശക്കളോടാണ്, അങ്ങനെ ചിലപ്പോൾ പൊടിയും. എന്നിട്ട് ഇവനെ ഇതേ ഞാൻ നമ്മുടെ ഇട്ട് ആ മിക്സിനകത്തോട്ട് ഇങ്ങനെ എല്ലാം ഒന്ന് തേച്ച് വരട്ടുവാണേ. സവോളയും തക്കാളിപ്പഴവും എല്ലാം ആ ഉപ്പും എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി കണ്ടോ. ഇവനെ ഇങ്ങനെ ഒന്ന് തിരട്ടി. ഇതൊക്കെ എൻ്റെ സ്വന്തമാണ് കേട്ടോ, ഇതൊന്നും യൂട്യൂബിനകത്തോ ഒന്നും ഉള്ളതല്ല. നിങ്ങളാരും അയ്യോ സ്വന്തമേ ഇങ്ങനെ അല്ലല്ലോ, ഞങ്ങൾ മീൻ പൊളിക്കുന്ന ഇങ്ങനെ അല്ലല്ലോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഇതൊക്കെ എൻ്റെ സ്വന്തം മീൻ പൊളിക്കുന്നത്, ഹിന്ദു സ്വന്തം മെയ്ഡ്. അപ്പം ഇതിനിവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ഇല ചെറുതായിട്ടൊന്ന് വാടിപ്പോയി, എല്ലാവരും ക്ഷമിച്ച് കളഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വേണ്ടേ ഈ തക്കാളിക്കായും സവോളയൊക്കെ ഇങ്ങനെ അങ്ങോട്ട്
ഇതിനകത്ത് കൂട്ടി ഇങ്ങനെ നിരത്തി കൊടുക്കും. ഇത് കണ്ടോ, ഇത് വെച്ച് ഒരു നല്ല ഇല എടുക്കേണ്ടിയായിരുന്നു. മണ്ട ഇത് പൊട്ടിപ്പോയി. നല്ല ഇലയാന്ന് ഓർത്തോണ്ടേ, അത് ഇപ്പം കാര്യം നമുക്ക് വാഴയിലയില്ല. എന്നിട്ട് ഇവനെ ഇങ്ങനെ അങ്ങോട്ട് പിറക്കി ഇച്ചിരി നിരത്തി ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ മീൻ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി നല്ല സെറ്റപ്പായിട്ട് ഇരിക്കുക നമ്മുടെ സ്റ്റൗവിൽ. അവനെ ഇനി എന്നാ ചെയ്യുന്നറിയാമോ, ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇട്ടുകൊണ്ട് വരണേ. ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുക്കും. കണ്ടോ, ഇങ്ങനെ വെച്ചാലും മതി. കണ്ടോ, എന്നിട്ട് അടുത്ത മണിയും കൂടെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ പൊസിഷൻ ഞാനൊന്ന് മാറ്റി ചെരിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് 2 അവന്മാരെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള തക്കാളിക്കായും ആ മസാലക്കൂട്ടും കൂടി ഇവൻ്റെ മാരുടെ പുറത്തോട്ടിയും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇല മാത്രമേ എനിക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല, പൊട്ടിപ്പോയി. എന്നാ ചെയ്യാൻ കണ്ടോ, ഈ പ്ലേറ്റിനകത്തുള്ള മസാലയും ഒക്കെ കൂടി ഞാൻ അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അവനെ പൊതിഞ്ഞ് വീണ്ടും ആ മീൻ വറുത്ത ചട്ടിക്കകത്തോട്ട് തന്നെ വെച്ച് കൊടുത്തു. വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ ചട്ടിക്കകത്തോട്ട് തന്നെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇവനെയൊക്കെ ഒന്ന് നല്ലതായിട്ട്, പക്ഷേ എൻ്റെ വാഴയില മാത്രം ഇച്ചിരി ഒരു ഇതായിപ്പോയി, ഒരു പോരായ്മ വന്നു പറഞ്ഞാൽ പൊട്ടിപ്പോയി. പൊട്ടിയില്ലാതെ നമുക്ക് നന്നായിട്ട് പൊതിഞ്ഞ് കവർ ചെയ്ത് വെക്കാവേ. കുഴപ്പമില്ല. എന്നാലും ഇനിയിപ്പം ഞാൻ വേറെ എടുക്കാൻ പോയില്ല. അപ്പോൾ അവനെല്ലാം നല്ല സെറ്റാക്കി ഇങ്ങനെ ഉണ്ടോ, ആ മീനിൻ്റെ അതിനകത്തുള്ള ആ എണ്ണമയം ഒക്കെ അങ്ങോട്ട് ഇറങ്ങിക്കോളും കേട്ടോ. അതിനകത്ത് നമ്മുടെ തക്കാളിയുടെ സവോളയുടെ ഒക്കെ ചെറിയ വെള്ളമയം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇറങ്ങിക്കോളും അതിനകത്ത്. അപ്പം ചെറിയ തീയെ വെച്ച് നമുക്ക് 2 ദിവസം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചും കൂടി എടുക്കാം. ഇനി ശരിക്കും ചെറിയ ആവിയിലാണ് കേട്ടോ നമ്മളൊന്ന് മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തെങ്കിലും ഇനി അവൻ ആവിയിലൊന്ന് ഇതാവണം. അരപ്പെല്ലാം ഒന്ന് പിടിച്ച് സെറ്റായി ഒന്ന് ആവിയിലാണ്. അവന് ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു എന്നാ പറയുന്നത്, ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് തിരിച്ചു വെച്ച് കൊടുക്കും. അപ്പം ഞാൻ അവനെ മറിച്ച് കൊടുത്തു. കണ്ടോ, മറിച്ചൊരു വിധത്തിൽ ഇട്ട് കൊടുത്തു. എന്നാ ഞാൻ കെട്ടിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ആയിരുന്നു. എന്നാലും സൂപ്പറായിട്ട് തന്നെ മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ചേട്ടായി വരുമ്പം ഞാൻ ഒരു 3-4 മിനിറ്റ് കൂടെ ഞാനിങ്ങനെ അങ്ങ് വെക്കും കേട്ടോ. അത് കഴിഞ്ഞ് ചേട്ടായി വരുമ്പോൾ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ചേട്ടായുടെ എക്സ്പ്രഷനും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ചേട്ടായി ഹെന്ന പൗഡർ എപ്പോൾ പറഞ്ഞാലും മേടിച്ചുകൊണ്ട് തരുന്നതാണ് കേട്ടോ. ഹെന്ന പൗഡർ പിന്നെ അത് എന്നാ പറയുന്നത്, ഇവിടുന്ന് കിട്ടുമല്ലോ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്. അതുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് വരുന്നതാണ്. ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞു ഞാൻ സിന്ദൂരം ഇടത്തില്ല, നെറ്റിയിൽ മൊത്തം പടന്നിരിക്കും. ശിങ്കാറാണെങ്കിൽ അത് നല്ലതായിട്ട് അവിടെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ ശിങ്കാറ് കഴിഞ്ഞ് ചേട്ടായിന്ന്. ശിങ്കാറും പൊട്ടുമെന്നും എനിക്കറിയത്തില്ല, അതൊക്കെ വേണേൽ പോയി മേടിച്ചണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പറ്റുമെങ്കിൽ ഒരു ശിങ്കാറും ഒരു കൺമഷിയും കൂടി മേടിച്ചോണ്ട് വന്നേക്കാം കേട്ടോ. ഇത് നോക്കിയോ, കൺമഷി ഹിമാലയയുടെ കൂടിയത്. ഇത് എനിക്ക് എഴുതാൻ അറിയത്തില്ല. എൻ്റെ വൈകിട്ട് എന്നോട് വിളിച്ച് വെച്ചാൽ എന്നാ അടി വേണ്ടത്. ഞാൻ പറഞ്ഞ രൂപ വിനാഗിരി മാത്രം മതിയെന്ന്. എന്നിട്ട് ഇപ്പം എല്ലാം മേടിച്ചോണ്ട് വന്നു കേട്ടോ. ഇതാണ് ചേട്ടായി. കുളിക്കാൻ പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ലൈറ്റ് ഓഫ് ആക്കുന്ന ഒരു ശബ്ദം കേട്ടു. കുളി കഴിഞ്ഞ് വന്നാൽ ഉണ്ടല്ലോ നേരെ അടുക്കളയിലോട്ട് പോവേ. എന്നിട്ട് ചോറ് ഉണ്ടണോ കറി കൂട്ടണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അത് ചിലപ്പോ മനസ്സിൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നിയത്. ഉണ്ടോ? അപ്പൊ തരാം ചോറൊക്കെ നോക്കിയ ചേട്ടായിക്ക് മാത്രമേ ഉള്ളൂ. ശക്കലം ചോറ വെക്കുന്നത് കേട്ടോ. അതന്നെ ഇച്ചിരി ഇതിരുന്നേ. അപ്പൊ കൊടുക്കാം. അപ്പം മീൻ പൊള്ളിച്ചത് നല്ല സെറ്റാണോ എന്ന് കൂട്ടി നോക്കിയിട്ട് പറയട്ടെ. എന്തായാലും ഞാൻ വേറെ ഒന്നും കഴിക്കുന്നില്ല, മീൻ പൊള്ളിച്ചത് കഴിക്കുന്നുണ്ട്. മീൻ പൊള്ളിച്ചത് കഴിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല അല്ലേ ചേട്ടായി? അല്ല, മീൻ കുഴപ്പമില്ലല്ലോ. തക്കാളിക്ക് അത് മാറ്റിയിട്ട് ദശ എടുത്ത് കഴിച്ചേ. നല്ല ചൂടല്ലേ? ഞാൻ ചേട്ടായി വന്നപ്പോൾ ചൂടില്ലെങ്കിൽ പിന്നെ തൊടിയല്ല. ഇനി ഞാൻ വീണ്ടും എന്നത് ചൂടിലേ തൊടിയല്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വെച്ച് എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതിപ്പോൾ 2 എണ്ണം തിന്ന് തീർത്ത് കഴിയുമ്പോഴാണ് ടേസ്റ്റ് കുറയത്തോളം തോന്നുന്നു. പണ്ട് ഞങ്ങൾ ഉപ്പ് നോക്കി തീർത്ത ഒരു കാലമുണ്ട്. അതേപോലെ കാണോ ചിരി പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇതിനകത്ത് മസാലയൊക്കെ എങ്ങനെയുണ്ട്? ആണോ?
പച്ചക്കുരുമുളകൊക്കെയാ. അപ്പം പറഞ്ഞു കൊതിക്കാതെ ഞാനും കൂടെ പോയി ഇച്ചിരി ഒന്ന് കഴിക്കട്ടെ കേട്ടോ. ചൂട് കൈ കൊള്ളിപ്പോയി. അത്രയും തിളച്ചമാരി ഇരുന്നാലേ തിന്നത്തുള്ളൂ. പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? അതുകൊണ്ട് വീണ്ടും ഞാനിപ്പോൾ ചേട്ടാ വന്നു. മീൻ വറുത്തതും കറികളെല്ലാം ചൂടാണല്ലേ. എല്ലാ സാധനം ചേട്ടാക്കി തിളച്ചായിരിക്കണം. തിന്നത്തേ ഇല്ല. അതുകൊണ്ട് അന്നേരം വരുമ്പോഴത്തേനും ഇതാക്കി വെക്കണം. പിന്നെ ഒന്നാമത്തെ കാര്യം വൈകിട്ട് ഒരു നേരം ഉള്ളൂ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഫുഡ്. ബാക്കി കടയിൽ നിന്നല്ലേ. രാവിലെ നേരത്തെ കാപ്പി കുടിക്കുമായിരുന്നു. ഇപ്പം കാപ്പി കുടിക്കത്തില്ല. ഈ 7 ആകുമ്പോഴേ പോകുന്നു. നേരത്തെ എന്ന് പറഞ്ഞാൽ 8:30 ആകുമ്പോൾ പോയാൽ മതിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഒരു നേരം ഉള്ളു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇഷ്ടാനുസരണം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. അതെ, അത് ഇച്ചിരി തൃപ്തിയാകുന്നുണ്ടോ? ഓയ്യോ, പൊട്ടത്തന്നെ അടിച്ചു പൊട്ടിക്കട്ടെ ഇതിനെയൊക്കെ. എവിടെയത് കപ്പ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടായിക്ക്. കപ്പ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടായിക്ക് ഇപ്പം. ഷുഗറുള്ളവർക്ക് കഴിക്കാം. രാവിലെ ഇഷ്ടമില്ല. അതെ അതെ, ഉറക്കം വരും. അതെ, ഉറക്കവും വരും ഭയങ്കരമായിട്ട്. പൊള്ളിച്ച് തരാം. അതെ, എന്നാ കഴിച്ചു. അതെ, ഒരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇങ്ങോട്ട് നോക്കാം. എനിക്കുണ്ടല്ലോ അരപ്പൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ. പിന്നെ ഒരു ശകല ദശയൊക്കെ കിട്ടി. അതുകൊണ്ട് ഇത് അവിയല്ല അവിടെ ഇരുന്ന് പോയി. ഇത് കണ്ടോ, കൊറേ കാലം കൂടി വയറ് നിറഞ്ഞു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ വെളുത്തുള്ളിയുടെ ഒരു ഗന്ധവും സവാള തക്കാളിപ്പഴത്തിന്റെ ഒരു പുളിയും ആ വാഴയിലയുടെ അത് വാഴയിലക്കത്തുണ്ടാക്കിയതാണ് ഏറ്റവും വലിയ ടേസ്റ്റ്. ആദ്യം കഴിച്ചപ്പോഴേ വലിയ ഇച്ചിരി നടപ്പ് ഞാൻ ഓർത്തു. അത് കഴിഞ്ഞ ഒരു പകുതി ഒരെണ്ണത്തിന്റെ പകുതിയാ ഫ്രീ. ഭയങ്കര ടേസ്റ്റ് ആണ്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ നോക്കി ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഞങ്ങൾ പറയുമ്പോൾ വീടിക്കകത്ത് പറയുന്ന പോലെ അല്ല, ഇത് സാധനം സൂപ്പർ സാധനം. അയ്യോ, ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് ഒത്തിരി സന്തോഷം കേട്ടോ. ഒരാൾക്ക് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ലതെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പം ചേട്ടായി പറയല്ലോ, അല്ലെങ്കിൽ ചേട്ടായി എന്നാന്ന് പറഞ്ഞാലും ഉള്ള കാര്യം എരിവും കുരുമുളകിന്റെ എരിവും അതിന്റെ ഒരു ഇതും ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്നില്ലായിരുന്നു പച്ചക്കുരുമുളക്. ഞാൻ ചതച്ചിട്ടെ ഉണ്ട്. എന്താ പറഞ്ഞേ, കുറെ തൃപ്തിയായി സാറിന്. അവിയൽ ഇരിക്കുന്നു. ഇനി നാളെ അവിയൽ ഞാൻ തീർക്കണം. അതെ, ചായ കുടിച്ചു കഴിഞ്ഞു. ഇതേട്ടെ ഓടുവോ കാലുകാലം പറിച്ച്. മഞ്ഞ് കാരണം ഉണ്ടല്ലോ, രാവിലെ നമ്മൾ എണീറ്റാലും മഞ്ഞ് കാരണം കതക് തുറന്നിടിയല്ലോ. ഈ തുമ്മി അതാ. 2-3 ദിവസം മഴയില്ലായിരുന്നു കേട്ടോ. 3-4 ദിവസം പെയ്തില്ലല്ലേ ഇടയിൽ. ഇന്നലെ സന്ധ്യയായപ്പോഴത്തേക്കും മഴ. ഇത് കണ്ടോ. ഇനി ഇന്നെങ്ങനെ പോയി ഒരുക്കുമെന്ന് എനിക്കറിയത്തില്ല. നല്ല മഴയായിരുന്നു. ഇപ്പോൾ എന്നെ പേടിപ്പിക്കാതെ. അട്ടയായിരിക്കും തോട്ടപ്പുഴ. അതാ എനിക്ക് ഏറ്റവും പേടി. അറിയത്തില്ല, മഴ പെയ്താൽ ഇളകുന്നേ. മണ്ണടിയുന്ന ഇത് ഇളകും. മേലെ ഇറങ്ങിയിട്ടും അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് പോയി മാതാവിൻ്റെ അടുത്തും ഭഗവാന്റെ അടുത്തും എല്ലാം പറഞ്ഞിട്ട് പോവുക. എൻ്റെ ദൈവമേ മതി. പാവം, ഈ എല്ലാതരം പാവവും തോന്നും കേട്ടോ. ഒരു കണക്ക് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ വീട്ടിലൊക്കെ ഇരുന്ന് കഴിക്കേണ്ടതായി ഈ ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ പോണക്ക് പാടുപെട്ട് വളർത്തി. അതൊക്കെ ഇതല്ലേ ആകുന്ന അത്രയും കാലം നമ്മൾ പോയി പണിത് ജീവിച്ചാൽ അതും ഒരു ഭയങ്കര അഭിമാനം സന്തോഷം അല്ലേ. ആരോഗ്യ വയസ്സും കൊടുത്താൽ മതി എൻ്റെ ദൈവമേ പാവത്തിന്. അപ്പോൾ ആകാശമൊക്കെ നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. ഉണ്ടോ? അയ്യോ, നല്ല ഭംഗിയല്ലേ. നീലാകാശവും വെള്ളയാകാശവും എല്ലാം കൂടി ഉണ്ട്. നല്ല ഭംഗി കാണാനായിട്ട്. അപ്പം ഞാൻ എൻ്റെ എക്സസൈസ് ഇന്ന് മുടങ്ങിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് 2 കോള് വന്നു. 7 മണിയാകുമ്പത്തേനും എൻ്റെ 7:10 ആകുമ്പത്തേനും ആ പരിപാടി കഴിയുന്ന. അപ്പം ഇന്ന് ഇച്ചിരി താമസിച്ചു പോയി, അതുകൊണ്ട് ചെയ്തില്ല. അപ്പം ഞാൻ ഓടിപ്പോയി അത് ചെയ്യട്ടെ. അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടേ ഫുഡൊക്കെ കഴിക്കുന്നുള്ളൂ. കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പം ഞാൻ പോയി പെട്ടെന്ന് എക്സസൈസ് കൂടെ ചെയ്യട്ടെ. അപ്പം എല്ലാവരും കണ്ടില്ലേ വിശേഷങ്ങളൊക്കെ. ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേനും കേട്ടോ വൈൻഡപ്പ് എടുത്തിട്ടില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ഞാൻ എന്നെ പറഞ്ഞത് ചേട്ടാ വരുന്നതിന് മുമ്പേ അങ്ങോട്ട് ഇന്നലെ വൈകിട്ട് രാത്രിയിലത്തെ ഫുഡിന് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ആ സൈഡ് തലയുടെ സൈഡ് നോക്കി ഞാൻ ചോറ് കഴിക്കുന്നില്ലല്ലോ. അതുകൊണ്ട്
തക്കാളിപ്പഴവും സവോളയൊക്കെയാണ് ഞാൻ വെച്ചത്. 2 ഫിനിഷ് ചെയ്തത്. അങ്ങനെ കഴിക്കുന്ന ആളല്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ എടുത്ത് പറഞ്ഞത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നടി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നടി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിനകത്തേ. ഞാൻ പറയാം, നാളെ എങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് കേട്ടോ, വൈകിട്ടത്തിന് നാളെ അങ്ങനെ തന്നെ ചെയ്താൽ മതി, സാധാ വറക്കുന്നോട് വറക്കണ്ട കേട്ടോ അത്. അപ്പം നല്ലതായിട്ട് അങ്ങനെ പറഞ്ഞത് കേട്ടോ. എന്തെങ്കിലും ഒരു ശക്കലത്തിന് എന്തെങ്കിലും ഒരു കുറവോ എന്തെങ്കിലും ഉണ്ടോ പറയാം, ഒന്നര പറയാം. അത് ആര് നമ്മുടെ വീട്ടിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴൊക്കെയാണെങ്കിലും ആരുടെ മുമ്പിലാണെങ്കിലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഒന്നര പറയും, അത് ശരിയായിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടിപ്പോയി, അല്ലെങ്കിൽ മസാല ശകലം കൂടിപ്പോയി, എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പറയും കേട്ടോ. ഇപ്പം അങ്ങനെ പറഞ്ഞു ഇപ്പോൾ അധികമായിട്ട് അങ്ങനെ കേൾക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ പിന്നെ വലിയ കംപ്ലൈൻറ്റ് പറയുന്നില്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് റെഡി ആകുന്നതുകൊണ്ടായിരിക്കാം കേട്ടോ. എന്നാലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴാണെങ്കിലും പറയും, എന്നാണോ അത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ഒരാൾക്ക് നമ്മുടെ കൈ വെച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ലൊരു അഭിപ്രായം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് അത് നല്ലൊരു കാര്യമാണ് ചെയ്തതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അതിൽ ഇച്ചിരി കൂടെ നല്ലതാക്കാൻ ഞാൻ ശ്രമിക്കും. എന്തൊരു കാര്യമാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ല മഴയായിരുന്നു, മഴയില്ലാതിരിക്കുമായിരുന്നു, പക്ഷെ ഭയങ്കര മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞത് ഇനി നാളത്തേനുള്ള എന്തെങ്കിലും വീഡിയോ എടുക്കണം. ഭയങ്കരമായിട്ട് വ്യൂസ് കുറവാണ്, എന്താണെന്ന് അറിയില്ല. എന്തായാലും മുമ്പോട്ടേക്ക് ഇങ്ങനെ തന്നെ അങ്ങ് പോകാം അല്ലേ, ദൈവത്തിൻ്റെ ഇഷ്ടം മുളക്കൊക്കെ ആവട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് ഞാൻ ഒന്നുകൂടെ പറയണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ അവരോട് ഒന്ന് തിരിച്ചു പിടിച്ചു തരാം കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.